സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ആഗസ്റ്റ് 15 എല്ലാവരും റോഡിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ കേട്ട് വളരെ സന്തോഷം. ഇന്ന് നിങ്ങൾ ചർച്ചിലും പോയിട്ട് വന്ന് വളരെ സന്തോഷം. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ പോകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റുള്ളവരടുത്ത് വചനം പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റുള്ളവരടുത്ത് ഉപദേശിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ചോദ്യം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളും, അതായത് ഹസ്ബൻഡ്, ഇപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്? പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ പാസ്റ്റേ പോകുന്നത്? ഒന്ന് ആഴത്തിലേക്കൊന്ന് വന്നേ. ഇപ്പോഴും ആ ഹൃദയത്തിൽ ആ മുറിപ്പാടില്ലേ? എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ സംസാരിച്ചു, ഇല്ലേ? ഇതും വെച്ചുകൊണ്ട് നമ്മൾ എത്ര നാൾ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിൻ്റെ രക്തത്തിൽ, നിൻ്റെ മാംസത്തിൽ, നിൻ്റെ അസ്ഥിയിൽ എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോഴും അങ്ങനെയാണോ ജീവിക്കുന്നത്? ഭർത്താവിന് വേണ്ടി ഭാര്യ കരയുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഭർത്താവ് അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്? എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട്? ഇപ്പോൾ ചർച്ചിൽ പോയാലും, ചർച്ചിൽ പോയിട്ട് തിരിച്ചു വന്നാലും തമ്മിൽ തല്ലാണ്. കുറ്റം പറയണമെന്ന് വിചാരിക്കരുത്, സീരിയസ് ആയിട്ട് വേണം. കുറ്റം പറയാനൊന്നും എനിക്ക് നേരമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ജയിക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഭർത്താവിൻ്റെ ബലഹീനതയും ഭാര്യയുടെ ബലഹീനതയും പറഞ്ഞ് നടക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് ബലഹീനതയുണ്ടെങ്കിൽ നീ ഓടി പ്രാർത്ഥന റൂമിൽ വാ. ഞാനിതെപ്പോഴും പറഞ്ഞു തരും. ഇപ്പോഴും നിങ്ങൾ പ്രാപിച്ചെടുത്ത അഭിഷേകം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തുന്നില്ല. വൈരാഗ്യം, കോപം. ഉൽപ്പത്തി നമ്മളിപ്പോൾ പഠിച്ചെത്ര? ഉൽപ്പത്തി 39 അല്ലേ? 39 കറക്റ്റ് അല്ലേ? ഉൽപ്പത്തി 39 എടുത്ത് വായിച്ചു നോക്കണം. പോത്തിഫറിൻ്റെ ഭാര്യയുമായിട്ടുള്ളൊരു വിഷയം അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ അവിടെ സ്തോത്രം ജോസഫ് ആരോടും ഒരു മറുപടി പറയില്ല. ഇനി പോത്തിഫർ വന്നിട്ട് ഇങ്ങേരെ പിടിച്ച് ജയിലിനകത്ത് ആക്കുന്നുണ്ട്. അവിടെയും ജോസഫിനോട് ഇങ്ങനെ എന്തും സംസാരിക്കുന്നില്ല. ഭാര്യ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് കോപം ഉണ്ടായി. കണ്ട, ഇതൊക്കെ എന്തിനാ പറയുന്നേ? രണ്ടുപേരും ഒരു കുടുംബത്തിൽ സ്നാനപ്പെട്ടവരാണെങ്കിൽ എന്തിനാ തമ്മിത്തല്ല്? എന്തിനാ സംശയം? എന്തിനാ വൈരാഗ്യം? നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഈ വിഷയത്തെ ശ്രദ്ധിക്ക്, പ്രാർത്ഥിക്ക്. ആദ്യം നിൻ്റെ കുടുംബം ജയിക്കണം. ജയിക്കും. ദൈവം അതിനുള്ള അഭിഷേകം നിനക്ക് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്ക്. സ്തോത്രം. ആമേൻ.